ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ചെമ്മീൻ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈ റെസിപ്പിയാണ് ഇത്. തേങ്ങ വെച്ചിട്ടാണ് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു ടൈമിൽ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണക്കം മാറി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ചെമ്മീനൊക്കെ നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു പൊടിയൊക്കെ നല്ലോണം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് ക്ലീനാക്കി എടുത്ത ആ ഒരു ചെമ്മീൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം ഇങ്ങനെ കുക്കായി വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ചേർക്കുമ്പോഴേക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയുള്ളി അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല കേട്ടോ. വലിയുള്ളി ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഒരു വേപ്പിലൊക്കെ മാത്രം മതി. അപ്പോൾ എല്ലാം നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അതിൽ ആ ഒരു മസാലയൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ടാകും കേട്ടോ. ഏകദേശമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3/4 കപ്പോളം തേങ്ങ ഉണ്ടായിരുന്നു. ആ ഒരു തേങ്ങയും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഈ ഒരു ചെമ്മീനൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിൽ ആ ഒരു തേങ്ങ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. അതായത് ആ ഒരു ചെമ്മീനും തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതിൽ ആ ഒരു മസാലയൊക്കെ നല്ലതുപോലെ ആ ഒരു ചെമ്മീനിലോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടാവും. തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയി വന്നാൽ നമുക്ക് ഈ ഒരു ചെമ്മീൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ബാക്കിയുള്ള നമ്മളിപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളമൊക്കെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ചെമ്മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഫ്രൈ ആക്കി നോക്കട്ടെ. തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്